പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർന്ന ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിനെ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. പ്രൈസലോ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് കൊടുക്കുന്ന ശക്തമായൊരു ദൂതായത്. ഹല്ലേലൂയ. മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു. ഇനി മനുഷ്യൻ മരണമുണ്ട്. മരണാനന്തരം മനുഷ്യന് ഒരു ഉയർപ്പുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച വിശുദ്ധന്മാർ മരിച്ചുപോയവർ കർത്താവിന്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവരെല്ലാവരും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ദൈവത്തിന്റെ പ്രതിമയായി, ക്രിസ്തുവിന്റെ പ്രതിമയായി രൂപാന്തരപ്പെടും എന്നുള്ള സന്ദേശം ദൈവസഭയ്ക്ക് നാളുകളായി പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ സന്ദേശമാണ്. ഹല്ലേലൂയ. അപ്പൊ തേജസ്സിന്റെ തേജസ് എത്ര മഹത്തായ ആഴമേറിയ വാക്കുകളാണ്. നമ്മുടെ ഇപ്പോൾ ഉള്ള രൂപഭാവം, നമ്മുടെ സൗന്ദര്യമൊക്കെ ഇന്ന് മാറി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരും. നാം ഭൂമിയിൽ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടും നമ്മുടെ സ്വന്തം മഹത്വം കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും നമുക്കുള്ള എല്ലാ കഴിവുകൊണ്ടും നമ്മൾ നേടിയതെല്ലാം വിട്ടുകൊടുക്കേണ്ട ദിവസമുണ്ട്. എന്തിനേറെ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും മാറ്റിക്കളയേണ്ടി വരും. കാരണം കർത്താവായ യേശുക്രിസ്തു മരിച്ച് അവനെ അടക്കം ചെയ്ത് നമുക്കറിയാം. അരിമത്തിക്കാരനായിരിക്കുന്ന യോസേഫും നിക്കോദിമോസും കൂടെ ചീലകൾ വാങ്ങി അവനെ അതിൽ ചുറ്റിക്കെട്ടി ധൂമാലുകൊണ്ട് തലമൂടി. എന്നാൽ യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ ചീലകളെല്ലാം അഴിച്ചു വെച്ച് റൂമാൽ ചുരുട്ടിക്കൂട്ടി ഒരു സ്ഥലത്ത് വെച്ചു എന്നുള്ളതാണ്. ഭൂമിയിലെ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ചു. എന്നിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കല്ലറയിൽ നിന്ന് പുറത്തു വന്നത് ആത്മാവാകുന്ന കർത്താവ് തേജസ്സിനെ തേജസ് പ്രാപിച്ചവനായി, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അതേ മഹത്വത്തിൽ ദൈവിക സാന്നിധ്യത്തോടു കൂടെയാണ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായത്. അതുപോലെ നാം ഓരോരുത്തരും തേജസ്സിനെ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുമെന്നുള്ള ഉറപ്പാണ് ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കണ്ണുനീരുകളുണ്ട്, അപവാദങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിലയിൽ പലരും നമുക്കെതിരെ പല വാക്കുകളും അസ്ത്രം ചങ്കിമേ തറയ്ക്കുന്നത് പോലെ തൊടുത്തു വിട്ടേക്കാം. പക്ഷേ അതിന്റെ നടുവിലൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ പതറിപ്പോകാതെ ഹല്ലേലൂയ. ആ തേജസ്സിനെ തേജസ് അത് എത്ര ആഴമേറിയ വാക്കുകളാണ് പ്രാപിച്ചുകൊണ്ട് ആ തേജസ്സിനെ തേജസ് പ്രാപിച്ച് രൂപാന്തരം പ്രാപിക്കാൻ കർത്താവിന്റെ പ്രത്യക്ഷതകൾ കാണപ്പെടുവാൻ ആ മഹത്തായ അനുഭവത്തിന് വേണ്ടി വേണം ജീവിക്കാൻ. നമ്മൾ ആ മഹത്തായ അനുഭവത്തിന് ജീവിക്കണം. ക്രൈസ്തവ വിശ്വാസം ഒരുപാട് പീഡയിലൂടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഒരു സഹോദരൻ പെട്ടെന്ന് ബ്ലോക്കായിട്ട് ആശുപത്രിയിലായി. ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭവനക്കാരെല്ലാം പറയുന്നത് അദ്ദേഹം പള്ളി വിട്ടു പോയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ബ്ലോക്ക് വന്നത്. എനിക്കത് മനസ്സിലായില്ല. അവര് പറയുന്നത് പള്ളി വിട്ട് പുറത്തു പോയത് കൊണ്ട്, പള്ളിയിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗം കടന്നു വരുന്നത്. പള്ളിയിലേക്ക് തിരിച്ചു വന്നാൽ ഈ രോഗമെല്ലാം മാറും. അതെന്താണ് അവരങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഒരാൾ നിന്ന സമുദായം ആ പാരമ്പര്യ സഭ വിട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ ആരാധിക്കുന്നത് കൊണ്ട് ആ മനുഷ്യന് രോഗം വന്നു എന്ന് അവർ പറഞ്ഞു പറയുക. അല്ലേ? എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന കർത്താവിനെ അനുഗമിക്കുന്നത് കൊണ്ടല്ല, കർത്താവിനെ വിശ്വസിച്ചിട്ടല്ല രോഗം വരുന്നത്. നമ്മൾ ഈ വസിക്കുന്ന ശരീരം മണ്ണ ഇത് മൺകൂടാരമാണ്. ഇതിനകത്തെല്ലാം അസ്വസ്ഥതകളും വരും. അത് വിശ്വത്തിനും അവിശ്വത്തിനും എല്ലാം വരും. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും രോഗമുണ്ട്. അത് മരണത്തിലേക്ക് എത്തിക്കും. കാരണം ഈ കൂടാരത്തിൽ നമ്മൾ വസിച്ച് ആജീവനാന്തം നമുക്ക് പോകാൻ കഴിയത്തില്ല. ഭൂമിയിലെ ഏറ്റവും ആയുസ് കൂടിയ മനുഷ്യന്റെ ഹാനോക്കിന്റെ മകൻ മെഥൂശലഹായിരുന്നു. 969 വർഷം ജീവിച്ചു. ആ മനുഷ്യൻ മരിച്ചു. പിന്നെ നമ്മളൊക്കെ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ എല്ലാവരും മരിക്കും. പക്ഷെ ക്രിസ്തുവിലുള്ള ജീവിതം എന്ന് പറയുന്നത് കഷ്ടതകൾ കൊണ്ട് പറയപ്പെട്ടതാണ്.
ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് കഷ്ടതയുടെ നടുവിലൂടെ കഷ്ടം സഹിക്കാൻ, അവരോടുകൂടെ കഷ്ടം സഹിക്കണം നമ്മൾ. എങ്കിലേ നമുക്ക് ആ നിത്യതയുടെ തുറമുഖത്ത് ആ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി, ക്രിസ്തുവിന്റെ പ്രതിമയായി രൂപാന്തരപ്പെടാൻ കഴിയുള്ളൂ. അപ്പം അല്ലെങ്കിൽ ഞാൻ ആ സഹോദരിച്ചു, അതുകൊണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞത് കൊണ്ടാണ് ഈ രോഗം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം അതിൽ മുറുകെ പിടിക്കുക. ഞാൻ പറഞ്ഞല്ല സഹോദര, കർത്താവിനെ അറിഞ്ഞുകൊണ്ട് ആർക്കും രോഗമാകും വരത്തില്ല. കർത്താവ് രോഗം തരുന്നവനല്ല, കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്നവനാ, മുറിവ് കെട്ടുന്നവനാ. പക്ഷേ ഈ ഭൂമിയിലെ കഷ്ടങ്ങളെല്ലാം ഞാൻ നിങ്ങൾ അനുഭവിക്കണം. അത് ദൈവം നമുക്ക് വെച്ചതാണ്. അല്ലേരിയ. പിന്നെ അത് അനുഭവിക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുമെന്ന് ചിലർ പറയും. പക്ഷെ അവരതിന് എന്ത് ചെയ്യും? എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടിച്ചെന്ന് മദ്യമടിച്ച് ലഹരിയടിച്ച് അതിനടിമയായി അവരങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വലിയ കാര്യമാക്കത്തില്ല. പക്ഷെ ഈ ക്രിസ്തു ഭക്തൻ എന്ന് പറയുന്നത് അവന്റെ പ്രത്യാശ എന്താണ്? അല്ലേരിയ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കിയായിട്ട് നമ്മുടെ മുഖം, നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കിയാൽ മാത്രമേ നമുക്കിടെ മുഖം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യന്റെ സ്വന്തം മുഖം നേരിട്ട് കണ്ടിട്ടുള്ളവരില്ല. പിന്നെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? നമ്മൾ കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ണാടിയിൽ കാണുന്ന നമ്മുടെ പ്രതിബിംബത്തെയാണ് നമ്മൾ കണ്ട് നമ്മളാണെന്നും നമ്മുടെ സൗന്ദര്യത്തെ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ കർത്താവിന്റെ ദേശത്തിന് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവ്. ആരാണ്? നമ്മുടെ കർത്താവ് ആത്മാവും ജീവനുമാകുന്ന കർത്താവ്. അപ്പൊ ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി അല്ലേലിയ സ്തോത്രം. തേജസ് പ്രാപിക്കും. അല്ലേലിയ. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നിങ്ങളുടെ ഈ ലോക ജീവിതം മുഴുവൻ ദൈവ തേജസ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നവരായിരിക്കണം. ദൈവ തേജസ് പ്രാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ജീവിതം. ഇവിടുത്തെ താൽക്കാലികമായ ജീവിതം അല്ലേലിയ. 70 അല്ലെങ്കിൽ 80 സംവത്സരമൊക്കെയാണ് മോശ എന്ന് പറഞ്ഞ ഭക്തൻ 90 സംഗതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അല്പം കൂടെ മുന്നോട്ട് പോയാൽ ഈ ഭൂമി പ്രത്യാശയില്ലാത്ത ജീവിതം നീ നയിക്കരുത്. ഈ ഭൂമി നീ പ്രത്യാശയുള്ള ജീവിതം നയിക്കണം. കഴിഞ്ഞ ദിവസം അല്ലേരിയ നിങ്ങൾക്കറിയാം, ഈ ആഭിചാര മന്ത്രവാദം, ദുർമന്ത്രവാദം, ദുർസേവനം, ദുർഭൂതാരാധന, ദുർശക്തികൾക്കൊക്കെ വളരെ പ്രാധാന്യം ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസികളും കൊടുക്കാറുണ്ട്. വിശ്വാസികൾ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ദുർഭൂതാരാധന, ആഭിചാര മന്ത്രവാദത്തിൽ പോകുന്നുണ്ട്. അല്ലേരിയ. നിങ്ങൾക്ക് തെളിവൊക്കെ വേണേ തരാം. അല്ലേരിയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി തന്റെ സ്വന്തം കുടുംബത്തേക്ക് വന്നപ്പോൾ ആ കുടുംബത്തിനകത്ത് നിൽക്കാൻ കഴിയാതെ ആ സഹോദരനും ഭാര്യയുമാണ് വിശ്വാസികളാണ്. ആമേനറിയാം. വളരെ മന്ത്രങ്ങൾ മെനഞ്ഞ് ആ കുടുംബത്തിൽ നിറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയൊക്കെയാ പ്രശ്നം. ഞാൻ ധാരാളമൊക്കെ പ്രാർത്ഥിക്കാം. അല്ലേരിയ സ്തോത്രം. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധനത്തിലൂടെ കഷ്ടപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനുഭവത്തി ആളുകളുടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, അവർക്കൊന്നും നിത്യമായ തേജസ് പ്രാപിക്കാൻ കഴിയില്ല. ഈ ഭൂമി ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ തേജസ് പ്രാപിച്ച് നമ്മുടെ കർത്താവിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ട് സ്വർഗരാജ്യത്തിൽ നിത്യത മുഴുവൻ ചെലവഴിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അല്ലേലിയ. അതുകൊണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കർത്താവിന് എന്താണ് പറഞ്ഞത്? യോഹന്നാൻ വിഷയം 16:31 വായിക്കണം കേട്ടോ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു പോലും ഈ ഭൂമിയിൽ വന്ന് 33 തിരുവയസ്സ് ഇവിടെ ജീവിച്ച് 33 തിരുവയസ്സ് യേശു ഇവിടെ ജീവിച്ച് യേശുക്രിസ്തു മാനകുലത്തിന്റെ മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്തുന്ന ഗെത്സമന തോട്ടം മുതൽ കാൽവരി വരെ ഗോൽഗോഥാ വരെ ഭാരമേറിയ കുരിശ് ചുമന്നു എന്നാണ്. അല്ലേലിയ. അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കിയില്ലേ? അവന്റെ കൈകാലുകൾ കാൽവരി കുരിശിൽ കാമിൽ ആണിയാ തറയ്ക്കപ്പെട്ടില്ലേ? അവന്റെ ശരീരം ഉഴവുചാല് പോലെ കീറിയില്ലേ? അവന്റെ മുമ്പിലൂടെ കടന്നുപോയവനും അവനെ കുലമാതനും ചരിയെന്നും ബെൽസെബൂലെന്നും എന്തെല്ലാം പറഞ്ഞത് കന്നത്തടിച്ച് മുഖത്ത് തുപ്പി അവന് കുടിക്കാൻ ചുരുക്കം കൊടുത്തില്ലേ? ഈ ലോകം യേശുവിനെ ക്രൂശിച്ചില്ലേ? പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വല്ലതും പറയണം. നമ്മുടെ കർത്താവിനെ ലോകരക്ഷിതാവ്, ലോകസൃഷ്ടാവ്, സകല മനുഷ്യൻ വീണ്ടെടുപ്പുകാരൻ, സകല ജനത്തിന്റെ രക്ഷകൻ, തന്റെ വിശുദ്ധ സഭയെ മധ്യാകാശത്തിൽ ചേർക്കുവാൻ വരുന്ന ആത്മമണവാളനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പോലും ഈ ഭൂമിയിൽ ജനങ്ങളാൽ കഷ്ടമനുഭവിച്ചുവെങ്കിൽ അതൊരു നമുക്കൊരു മാതൃകയാ. 1 Pേത്രസ് 2:24 പറയുമ്പോൾ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്നാ പൗലോസ് പറഞ്ഞ് കഷ്ടസഹിപ്പാൻ വരം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ നീ അടിവാതറി പോകരുത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം.
നിങ്ങൾക്കറിയോ, ഞാനൊക്കെ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. ഞാൻ ഈ ഫേസ്ബുക്കിലും ഈ യൂട്യൂബിലും ഒക്കെ ദൈവവചനം പ്രസംഗിച്ച് സൂക്ഷിച്ച് കിട്ടുന്നത് കൊണ്ടും പുറത്തുപോയി പരസ്യമായിട്ടുള്ള ചില അമേലിയ ചില മെസ്സേജൊക്കെ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ ഇടുന്നത് കൊണ്ട് ഞാൻ കോടീശ്വരനൊന്നും അല്ല കേട്ടോ. ഞാൻ വലിയ പണക്കാരന് സാധാരണ റേഷൻ കടയിലെ അരി കൊണ്ട് കഞ്ഞി കുടിച്ച് ഉപജീവനം കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ കണ്ടാലല്ലേ ഞാൻ പണക്കാരൻ, അങ്ങനെയല്ല കേട്ടോ. നിങ്ങളങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ഈ ഭൂമി കർത്താവിനോട് കൂടെ കഷ്ടം സഹിച്ച് ആ നിത്യതയിൽ എത്തിച്ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇവിടുത്തെ സുഖലോലുപ ജീവിതമല്ല എന്റെ ഇഷ്ടം. ഇവിടുത്തെ ആഡംബര ജീവിതമല്ല, ഇവിടുത്തെ പണവും പ്രതാവും, ഇവിടുത്തെ പേരും പ്രശസ്തി ഒന്നുമല്ല എന്റെ വിഷയം. എന്റെ കർത്താവിനോട് കൂടെ കഷ്ടം സഹിച്ചുകൊണ്ട് ആ നിത്യമായ തേജസ്സിനുടമയായി തേജസ്സിനെ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയെ, ഏത് പ്രതിമയെ, ക്രിസ്തുവിന്റെ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ ഞാൻ ഈ ഭൂമിയിൽ വെമ്പൽ കൊള്ളുക. നിങ്ങൾ അങ്ങനെയാണോ? അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളോട് പറയുവാനുള്ളത്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിനു മുമ്പിൽ നീ താളടിയായി മാറരുത്. യേശുവന സമയമായി, തന്റെ സഭയെ ചേർക്കാൻ സമയമായി. ഈ ഭൂമിയിലെ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണി ആ തേജസ്സിനെ തേജസ് പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തോടെ, ഹൃദയ വാഞ്ചയോടെ, സമർപ്പണത്തോടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ നീ നിൽക്കണം. വൈശ്രോ നമുക്ക് ഈ കഷ്ടതയൊക്കെ ഉണ്ടെന്നേ. അതുകൊണ്ട് സഹോദരൻ, നാം മണ്ണാകുന്ന ഈ ഭൂമി മണ്ണാകുന്ന നാമും മണ്ണാകുന്നവരായി. ഭൂമി മണ്ണാണ്, നാമും മണ്ണാകും. ഹല്ലേലൂയ. ഈ മണ്ണാകുന്ന ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്കാണ് നിൽക്കുന്നത്. ഈ മണ്ണാകുന്ന ശരീരം വിട്ട് തേജസ്സിനെ തേജസ് പ്രാപിച്ച് നിത്യ തേജസ്സിന്റെ ഉറവിടമായിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എല്ലാ ഓരോ ദിവസം യാത്രയാ. അപ്പൊ ഈ മണ്ണാകുന്ന ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലുള്ള ആ തേജോമയമായ ദേശത്തെ നോക്കി പ്രയാണം ചെയ്തുകൊണ്ടിരിക്കണം. സ്വർഗം തേജസ്സിന്റെ തേജസ് നിറഞ്ഞതാണ്. അവിടെ തേജസ്സിന്റെ അനുഭവമാണ്. അവിടെ വിശുദ്ധന്മാര്, ഗരുവുകൾ, സാറാവുകൾ, ആമയൊക്കെയാണ് അവിടെ ഉള്ളത്. ആ തേജസ് പ്രാപിച്ച സ്വർഗത്തിൽ തേജോമനായ ദൈവത്തെ കാണുവാനായിരിക്കും നമ്മുടെ പ്രത്യാശ. അബ്രഹാം മെസോപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം പ്രത്യക്ഷമായ അപ്പോസ്തലപ്രവൃത്തി 7:2 വായിക്കുന്നുണ്ട്. അതേ ആ മെസോപ്പൊത്താമ്യയിൽ അബ്രഹാം ഇരിക്കുമ്പോൾ തേജോമനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായതുപോലെ നമുക്കും ആ ദൈവം പ്രത്യക്ഷനാകും. അതുകൊണ്ട് സ്വർഗത്തിൽ തേജോമനായ ദൈവത്തിന്റെ അരികിലേക്ക് ചെല്ലുവാനുള്ള ആഗ്രഹം ആയിരിക്കും എന്റെ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന സ്വർഗം മുഴുവൻ ദൈവദേശത്ത് നിറഞ്ഞിരിക്കുന്നു. അവിടെ മഹത്വമായ വാസസ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ നിരന്തരമായ മഹത്വത്തിൽ അവകാശങ്ങളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ കാണുന്ന അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു എന്ന് സങ്കീർത്തന പുസ്തകം വായിക്കുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് വായിച്ചാൽ കഴിയുന്നത് 16-ാം അധ്യായം 6-ാം വാക്യം പറയുകയാണ്, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ആ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവിക സാന്നിധ്യമാണ് ഭക്തന്റെ ഏറ്റവും വലിയ അത്താണി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമുക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലത്തിലേക്ക് ചെല്ലുവാൻ നാം ഏത് സമയത്തും അതിനുവേണ്ടി ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിന് വേണ്ടി, ലോകത്തിന് ഇഷ്ടങ്ങൾക്ക് വേണ്ടി, ഇമ്പങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അല്ല ജീവിക്കുന്നത്. സ്വർഗ സന്തോഷത്തിന് വേണ്ടി ജീവിക്കണം. നാം ഭൂമിയിൽ മനുഷ്യനെ അല്ല പ്രസാദിപ്പിക്കേണ്ടത്. ഭൂമിയിൽ മതങ്ങളെയോ മത നേതാക്കന്മാരെയോ രാഷ്ട്രീയ നേതാക്കന്മാരെയോ ഭൂമിയിലെ ആരെയല്ല നമ്മൾ പ്രസാദിപ്പിക്കേണ്ടതും പ്രീതിപ്പെടുത്തേണ്ടതും. കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട്, അവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്, കർത്താവ് ക്രൂശിൽ അനുഭവിച്ച കഷ്ടതയുടെ പങ്കാളിയായി കഷ്ടത്തോട് രൂപപ്പെട്ടുകൊണ്ട് ആ കാൽച്ചുവട് പിന്തുടരുവാൻ നമുക്ക് അവസരം തന്നിരിക്കുമ്പോൾ അതിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എത്രയോ കഷ്ടം നീ സഹിക്കുന്നുണ്ട്, എത്രയോ നൊമ്പരം അനുഭവിക്കുന്നു, എത്രയോ വേദനയോട് കടന്നു പോകുന്നുണ്ട്. ആരോടും പുറത്തു പറയാതെ എത്രയോ വിഷയങ്ങൾക്ക് നീ പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണുനീരോടെ നീ കരയുന്ന വിഷയങ്ങളുണ്ടല്ലോ. നിന്റെ ഹൃദയത്തിനകത്ത് വെള്ളം തളം കെട്ടി നിൽക്കുന്നത് പോലെ നിന്റെ ഹൃദയത്തിൽ ചില വിഷയങ്ങൾ തളം കെട്ടി നിൽപ്പില്ലേ? ആരോടും പറയാതെ നീ കരയുന്ന രാത്രികളില്ലേ? സങ്കടപ്പെടുന്ന നിമിഷങ്ങളില്ലേ? ആരും എന്നെ കാണുന്നില്ല, ആരും എന്നെ സഹായിക്കുന്നില്ല, ആരും എന്റെ സങ്കടം കേൾക്കുന്നില്ല, ഒരു
കൈത്താങ്ങത്തിന് ഒരു ആശ്വാസ വാക്ക് പറയുവാൻ ആരുമില്ലത്, ഞാൻ അനാഥനായി പോയല്ലോ, ഒരു അനാഥയായി പോയല്ലോ. കർത്താവെയും മരണം മതി എന്ന് പറഞ്ഞിരിക്കുന്ന അനവധി ആളുകൾ, ഞാൻ അടക്കമുള്ള എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഹല്ലേലൂയ. എന്നാൽ മൂടുപട നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. ഈ മൂടുപടമൊക്കെ മാറിപ്പോയി. ഇപ്പൊ നമ്മുടെ ഒരു മൂടുപടമുണ്ട്. ഈ മൂടുപടം മാറിയ മുഖത്ത്, ഈ മൂടുപടം നീങ്ങിയ മുഖം ഇത് മാറും. ആ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. നമ്മളെ കണ്ണാടി കാണുന്ന പോലെ തന്നെ കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി ആ തേജസ് പ്രാപിക്കും കേട്ടോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് 2 കൊരിന്ത്യർ 3:17 പറഞ്ഞു വായിച്ചതോടെ. കർത്താവ് എന്താണ്? ആത്മാവാകുന്നു. കർത്താവ് ആത്മാവാകുന്നു. ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അത് ആരെല്ലാം നിന്നെ അടിമത്തത്തിലേക്ക് കൊടുത്തുവിട്ടാലും, ആരെല്ലാം നിന്റെ മേൽ അടിമരോഗം കൊണ്ടുവെക്കാൻ ശ്രമിച്ചാലും നിന്നെ അടിമയാക്കുവാൻ ആർക്കും കഴിയില്ല. കർത്താവിന്റെ ആത്മാവിനുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ ആത്മാവുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭൂമി മനുഷ്യർക്കല്ല അടിമ കേട്ടോ, നമ്മുടെ ദൈവത്തിന് അടിമ. ആത്മാവാകുന്ന കർത്താവിന് നമ്മൾ അടിമയായി നിന്നുകൊണ്ട്, അവന്റെ ദാസനായി നിന്നുകൊണ്ട്, ദാസിയായി നിന്നുകൊണ്ട്, ദൈവരാജ്യത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കണം. ഈ ലോകത്തിന്റെ മോഹങ്ങളെ ഒഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യമായി തൃത്വത്തിലെ പിതാവിനെ നോക്കുമ്പോൾ അവൻ മഹത്വത്തിന്റെ പിതാവ് എന്നാണ് എഫേസ്യ ലേഖനം 1:7 വായിച്ച് കാണാൻ കഴിയുന്നത്. ഇവിടെ കർത്താവിലേക്ക് പ്രവർത്തിച്ചു പറഞ്ഞാൽ മഹത്വത്തിന്റെ പിതാവ് എന്നാണ് പറയുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സ്നേഹിത, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എഫേസ്യർ 1:7 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദാന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നുവെന്ന് അവിടെ കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ വായിച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എഫേസ്യർ 1:17 വരുമ്പോൾ അതവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. നമ്മുടെ കർത്താവ് ആരാണ്? മഹത്വമുള്ള പിതാവാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിഷയം, മഹത്വമുള്ള പിതാവിന്റെ തേജസ്സിനെ നാം കാണുവാൻ അവൻ അബ്രഹാമിന് ദർശനമായപ്പോൾ മഹത്വത്തിന്റെ ദൈവമായി പ്രത്യക്ഷപ്പെട്ടു. അവൻ മഹത്വത്തിന്റെ രാജാവെന്ന് സങ്കീർത്തനക്കാരൻ 24:7 പറയുന്നു. അബ്രഹാമിന് തേജോമന്നായി ദൈവം ഇടപെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 24-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവൻ മഹത്വത്തിന്റെ രാജാവ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ കർത്താവരാണ് മഹത്വത്തിന്റെ രാജാവ്. 24-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 24-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, വാതിലുകളിൽ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. എങ്ങോട്ട്? നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് മഹത്വത്തിന്റെ രാജാവ് പ്രവേശിപ്പാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ഹൃദയവാതിൽ തുറക്കണം. ലോകത്തിന്റെ മാലിന്യങ്ങൾ ചണ്ടി കൂമാരങ്ങൾക്കകത്ത് വീർന്നിന്റെ ഹൃദയം അശുദ്ധമാക്കി ദൈവത്തിന്റെ ഹൃദയവാതിൽ തുറക്കുവാൻ കഴിയാത്ത നിലയിൽ നീ പാപത്തിൽ വീണ് കിടക്കുക. ഈ ലോകത്തിന് ദിവ്യാഗ്രഹത്തില് മദ്യത്തിനും മയക്കുമരുന്നിനും പാഠശാലകൾക്കും ഇവിടുത്തെ വെറുപ്പൂത്ത് ജീവിതങ്ങൾക്കും വിധേയപ്പെട്ടതിന്റെ ഹൃദയം മുഴുവൻ അശുദ്ധി, എന്റെ ഭവനം മുഴുവൻ അശുദ്ധി. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് കടക്കുവാൻ കഴിയാത്ത നിലയിൽ, ക്രിസ്തുവിന്റെ ഭവനത്തിലേക്ക് കടക്കുവാൻ കഴിയാത്ത നിലയിൽ ഇതിന്റെ കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്ന, ജീവിതത്തെ കെട്ടിവെച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ കെട്ടുകൾ, ചില കഥകളെ നീ തകർത്ത് കളയണം. ക്രിസ്തുവിന് പ്രവേശിപ്പാൻ കഴിയണം. അപ്പം വാതിലുകളിൽ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, ഇതാ പെട്ടകം വരുന്നു. ഷട്ടറുകൾ ഉയർത്തുവിൻ എന്നാക്കുന്നതായും ഇതിനെ കാണാൻ കഴിയും. ദൈവത്തിന്റെ രാജ്യം നമ്മുടെ ഉള്ളിലേക്ക് വരണം. ഈ ദൈവവചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം. വെളിപ്പാട് പുസ്തകം 3:20 എന്താണ് പറഞ്ഞത്? ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അപ്പൊ നമ്മളെന്റെ കർത്താവ് ഹൃദയത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ മഹത്വത്തിന്റെ രാജാവ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും.
മലേറിയ. ആരെങ്കിലും അവന്റെ ശക്തിയുടെ വാതിൽ തുറന്നാൽ അവൻ അകത്തു വരും. എവിടെ? നമ്മുടെ കുടുംബത്തിനകത്ത് വരും, നമ്മുടെ ഹൃദയത്തിനകത്ത് വരും. മണ്ണാകുന്ന ശരീരം, മണ്ണാകുന്ന ഈ കൂടാരത്തിനകത്തേക്ക് അവൻ വരും. മഹത്വത്തിന്റെ രാജാവ് വരും. അവൻ നാം അവനോടും കൂടെ ഭക്ഷണം കഴിക്കുമെന്ന്, അത്താഴം കഴിക്കുമെന്ന് വെളിപ്പാട് ദിവസം 3:20 പുസ്തകം എടുത്തുനിന്ന് വായിച്ചു നോക്കിയാട്ട്. അത് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, മഹത്വത്തിന്റെ രാജാവ് നിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ വണ്ണം ചില വാതിലുകൾ നിന്നെ പൂട്ടിയിരിക്കുക, ചില കഥകൾ നിന്നെ പൂട്ടിയിരിക്കുക. അതിനെ നീ ഇന്ന് പകൽ മാറ്റി കൊടുക്കുന്നെങ്കിൽ, ഹൃദയവാതിൽ തുറന്നു കൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി, ക്രിസ്തുവിന്റെ പ്രതിമയായി നിനക്ക് കർത്താവിന്റെ വരവിൽ രൂപാന്തരപ്പെടാൻ കഴിയുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ കർത്താവിന്റെ വരവിട്ട് നോക്കിയിരിക്കുന്ന ആളുകൾ ചുരുക്കമാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ വരവിൽ നിൽക്കും. ഞാനൊരു ഉദാഹരണം കൂടെ പറയട്ടെ. നിങ്ങളുടെ ആരെങ്കിലും വിദേശ രാജ്യത്തുണ്ടോ? ചിന്തിക്കുക. വിദേശ രാജ്യത്തുള്ള നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ, അവർ നാളുകളായി വിദേശത്ത് ജോലി ചെയ്യുന്നു. നിങ്ങൾ നാട്ടിലേക്ക് വരുവാൻ അവരെ കാത്തിരിക്കുക. അവരെന്നാ വരുന്നത് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നാട്ടിലിരിക്കുന്ന അപ്പനും അമ്മയും മക്കളെ നിങ്ങൾ എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്? മക്കളും അമ്മയും അപ്പനും എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ അപ്പന്റെ വിദേശത്തുള്ളവർ വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, നാട്ടിലുള്ളവർ നാട്ടിലുള്ളവരെ വിദേശത്തുള്ളവർ കാത്തിരിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ കർത്താവിനെ കാത്തിരിക്കണം കേട്ടോ. നമ്മുടെ കർത്താവ് വരാൻ സമയമായി. നമ്മുടെ കർത്താവ് വരുമ്പോഴാണ് ആത്മാവാകുന്ന കർത്താവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ജഡമയമായ ശരീരം നമ്മൾ ഉപേക്ഷിക്കും, ഈ കൂടാരം ഉപേക്ഷിക്കും. മുമ്പേ മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ഇവിടെ ജീവനോടെ ഇരിക്കുന്ന നമ്മുടെ ഈ കൂടാരമൊക്കെ ഉണ്ടല്ലോ, ഈ ശരീരമൊക്കെ, ഇതങ്ങ് രൂപാന്തരം പ്രാപിക്കും. ഹല്ലേലൂയ. പിന്നെ ഈ ശരീരത്തോടു കൂടെ അല്ല നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ എത്ര വില കൂടിയ വസ്ത്രം ധരിച്ചാലും, എന്തെല്ലാം ആഡംബര ജീവിതം ധരിച്ചാലും അതിനോടുകൂടെ ഒന്നുമല്ല തേജസ് പ്രാപിച്ചവനായി ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി നമ്മൾ അങ്ങ് രൂപാന്തരപ്പെടുക. അത് നിങ്ങൾ ആത്മാവിലൊന്ന് കണ്ടു നോക്കിയാട്ട്. ഹല്ലേലൂയ, ആത്മാവിലൊന്ന് കണ്ടു നോക്കിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന്. കഷ്ടം കടന്നു വരും, പ്രതിസന്ധി കടന്നു വരും. പ്രീശ്വരോ, അതേ പ്രിയരെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. ഹല്ലേലൂയ. അപ്പൊ കഷ്ടം സഹിക്കാൻ ഒരു വരം. ഹല്ലേലൂയ. ഞാൻ ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ ദൈവത്തിന് വചനം പറയുമ്പോൾ, കഷ്ടതയുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. ഓരോ ദിവസം എങ്ങനെ മുന്നോട്ട് പോകുന്നു ഞാൻ പോലും അറിയുന്നില്ല. കഷ്ടതയുടെ നീർച്ചാലുകൾ പലപ്പോഴും കടന്നു പോകേണ്ട നീന്തി കയറേണ്ട അനുഭവം വരും. ഹല്ലേലൂയ. തിരമാല പോലെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കാറുണ്ട്. ഒരുപാട് പരിഹാസങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ കേൾക്കാറുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വന്നാലും ഞാൻ തളർന്നു പോകാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? തേജസ് പ്രാപിച്ചുകൊണ്ട് അതേ പ്രതിമയായി എനിക്ക് രൂപാന്തരപ്പെട്ട എന്റെ കർത്താവിനോട് കൂടി നിത്യത മുഴുവൻ ചെലവഴിക്കുവാൻ വേണ്ടി എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, എന്റെ ഹൃദയത്തിൽ തോന്നിട്ടെന്ന് പറഞ്ഞ പോലെ ഇന്ന് വരെ ആ സ്വർഗരാജ്യം കണ്ടിട്ടില്ല, സ്വർഗരാജ്യത്തിന്റെ മഹത്വം കണ്ടിട്ടില്ല. അവിടെയുള്ള സാറാഫുകളും ദൂതന്മാരെയും വിശുദ്ധന്മാരെയും കണ്ടിട്ടില്ല. അവിടെ പിതാവുത്ത പരിശുദ്ധന്മാരുടെ സാന്നിധ്യം അനുഭവിച്ചിട്ടില്ല. സിംഹാസനത്തിൽ നമ്മുടെ കർത്താവിനെ കണ്ടിട്ടില്ല. തേജോമനായ ദൈവത്തെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ തേജോമനായ ദൈവത്തെ, സ്വർഗരാജ്യത്തിന്റെ മഹത്വം കാണുന്ന തേജസ് സ്വർഗരാജ്യത്തിൽ അതേ തേജസ് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിമയായി എത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ കഷ്ടങ്ങളെല്ലാം ഞാൻ അങ്ങ് മറന്നു പോവുകയാണ്. നിങ്ങൾ അങ്ങനെ ആകണം കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് പ്രത്യാശ മതി. ദൈവം നമ്മെ നടത്തും. ഹല്ലേലൂയ. ദൈവം നമ്മെ കൈവിട്ട് കളയുകയില്ല. ഇബ്രാഹിം 13:5 ഞാൻ നിന്നെ കൈവിടിൽ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മെ ഉപേക്ഷിക്കാതെ കൈവിടാതെ ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. പിന്നെ നമ്മൾ എന്തിന് അടിപ്പാതറിൽ പോകണം എന്നൊക്കെ പറയുമെങ്കിൽ, പാസ്റ്റർക്ക് അങ്ങനെയൊക്കെ പറയാം. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങളെയൊക്കെ കൂടെ തന്നെ ഞാനും. എനിക്ക് പ്രത്യേകിച്ച് വലിയ സിദ്ധികളോ കഴിവുകളോ നിങ്ങളെക്കാൾ വലിയ അറിവോ ഞാനോ ഒന്നുമില്ല. നിങ്ങളെക്കാൾ
എല്ലാം എളിയവനായ ഒരു സഹോദരൻ ഞാൻ, നിങ്ങളെക്കാൾ എല്ലാം താഴ്ച ഭവിച്ചവൻ. അല്ലേലൂയ. ദൈവം എന്നെ അങ്ങ് നിർത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലേലൂയ. ഓരോ ദിനങ്ങളിൽ ഞാൻ എഴുന്നേറ്റിട്ട് കർത്താവ് എന്നോട് പറയും, കർത്താവേ ഇന്ന് എഴുന്നേൽപ്പാൻ കൃപ തന്നല്ലോ, ഇന്ന് കണ്ണും ചിപ്പി എഴുന്നേൽപ്പാൻ കൃപ തന്നല്ലോ, അങ്ങേ കാണുവാൻ കൃപ തന്നല്ലോ. എങ്ങനെ കണ്ടത്? വിശ്വാസത്താൽ ആത്മാവിൽ കാണുക കേട്ടോ. അങ്ങയുടെ വചനം സംസാരിക്കാൻ കൃപ തന്നില്ല. ഇന്ന് പകൽ മുഴുവൻ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ സഹോദരങ്ങളെയും എന്റെ ബന്ധുമിത്രാവിന്റെ സ്വാമിയെയും ഞാൻ അധിവസിക്കുന്ന കേരളത്തിലെ ജനത്തെയും ഭാരതത്തിലെ ജനത്തെയും ലോകരാജ്യ ജനത്തെയും എന്റെ സകല ഭരണാധികാരികളെയും രാജ്യരാഷ്ട്ര തലവന്മാരെയും കർത്താവെ കാത്തു സൂക്ഷിക്കണമേ. അവരെല്ലാം തേജസ് പ്രാപിച്ച് അതേ പ്രതിമയെ ക്രിസ്തുവിന്റെ പ്രതിമയായി ആ ദൈവരാജ്യത്തെ കാണുവാൻ ഞാൻ അവർക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെയാണ്. പ്രൈസലോ. ഇതിനെ കേൾക്കുന്ന പ്രൈസ് സ്നേഹിത, നമുക്ക് സന്തോഷത്തോടുകൂടി ഓരോ നിമിഷം കഴിയണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വേണം. കഷ്ടത വരുമ്പോൾ, രോഗം വരുമ്പോൾ, നിന്ദ വരുമ്പോൾ, അപമാനം വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കം വരുമ്പോൾ, എല്ലാവരും നിന്നെ പഠിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ, വിടക്കെന്ന് പറയുമ്പോൾ, നിന്നെ ഒഴിവാക്കി നിർത്തുമ്പോൾ, അല്ലേലിയ, അവിടെയൊക്കെ അല്ലേലിയ നമുക്ക് ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പതറിപ്പോകത്തില്ല. നിങ്ങൾ എന്നെ ഒരുപാട് സ്ഥലത്തു നിന്ന് ഒരുപാട് പേര് ഒഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെന്നൊരിക്കൽ ഞാൻ ആരുടെ കുറ്റം പറയാനോ ദോഷം പറയാനോ ആർക്കെതിരെ ഒരു ദൂഷം പറയാൻ പോകാറില്ല. ഞാൻ മറ്റൊരാൾക്ക് ഉപദ്രവം ജീവിക്കുക. ഞാൻ എൻ്റെ വഴിയരികെ നിൽക്കുന്ന ഒരു യാചകനോട് വരെ സംസാരിച്ചു പോകുന്ന ആളാണ് ഞാൻ. പലപ്പോഴും ആൾക്കാർ എന്താ അവരോട് സംസാരിച്ചത്. എന്നെ കേൾക്കുന്ന അന്യ സംസ്ഥാനത്ത് ഇവിടെ പാട്ട് പുറക്കുന്ന അവരെയൊക്കെ വഴിവെച്ച് കണ്ട് ചിലർ പറയും, പാസ്റ്ററെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അവരുടെ വിശേഷങ്ങളൊക്കെ ഞാൻ നിന്ന് കേൾക്കുന്നവരാ. എനിക്ക് മടിയൊന്നും ഇല്ല, ലക്ഷ്യമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ എല്ലാവരെയും തുല്യമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. തുല്യമായിട്ട് എല്ലാവർക്കും സ്നേഹം പകരുവാൻ, അവരുടെ സ്നേഹമൊക്കെ എനിക്കും കിട്ടാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഞാൻ ആരെയും കുറച്ച് കാണാറില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, ഹല്ലേലൂയ, നമുക്കിവിടെ ഒരുപാട് കഷ്ടതയുണ്ട്. അതിനൊക്കെ കഴിയും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വേണം. അല്ലേ? ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നിനക്കൊരു ഉറപ്പുണ്ടാകണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടോ? കർത്താവ് ഇന്ന് മധ്യാകാശത്തിൽ വന്നാൽ അവന്റെ മഹത്വ പ്രത്യക്ഷ ഇന്നിപ്പോൾ ഇവിടെ സംഭവിച്ചാൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയെ ക്രിസ്തുവിന്റെ പ്രതിമയായി നീ രൂപാന്തരപ്പെട്ട് ആ നിത്യ തേജസ്സിന്റെ ഉറവിടമായിരിക്കുന്ന സ്വർഗീയ തേജസ് നിറയപ്പെട്ട സ്വർഗരാജ്യത്തിൽ നീ ഉണ്ടാകുമോ? അല്ലേലൂയ. നമുക്കൊരു പ്രത്യാശ വേണം കേട്ടോ. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നേ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തില് 1-ാം അധ്യായം വലിയൊരു 14-ാമത്തെ വാക്യമൊക്കെ വായിക്കും കാണുന്നുണ്ട്. വചനം ജഡമായി തീർന്നു. അല്ലേലൂയ. കൃപയും സത്യവും നിറഞ്ഞവനായി നിറഞ്ഞു. അല്ലേലൂയ. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ പറയുക, വചനമായിരുന്ന കർത്താവ് ജഡമായി തീർന്നു. അല്ലേലൂയ. ചിലരിക്കും ക്രിസ്തു എങ്ങനെയുള്ളവനെ, ക്രിസ്തു എങ്ങനെ ജനിച്ചത്? ക്രിസ്തു യോസേപ്പിന്റെ മകനല്ലേ? യോസേപ്പിന്റെ മകനല്ല പ്രിയരെ യേശു. യോസേപ്പ് വളർത്ത പിതാവ്. യേശു ക്രിസ്തു മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ജന്മം കൊണ്ടവനാ. ജഡരക്തങ്ങളിലൂടെ അല്ലെ, ജഡത്തിന്റെ കിടുന്ന ബീജത്താൽ അല്ല, കെടാത്ത ബീജത്താൽ അല്ലെ, കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഉദരത്തിൽ ഉരുവായി അവൻ ഭൂമിയിൽ ജനിച്ചു. അല്ലേലൂയ. ആ ജനനത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് യോഹന്നാൻ പറയുമ്പോൾ, നിങ്ങൾ യോഹന്നാന്റെ വിചാരം വായിക്കേ. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് പെട്ടെന്ന് അറിയുവാൻ യോഹന്നാന്റെ വിചാരം വായിച്ചാൽ മതി. ശരിയാ. 1, 2, 10 തവണ വായിക്കണം, മാറി ഇത് വായിക്കണം. അപ്പം പരിശുദ്ധാത്മാവ് എങ്ങനെയുള്ളവനെന്ന് മഹത്വത്തിന്റെ ആത്മാവ് ദൈവാത്മാവ് എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് എങ്ങനെയുള്ളവനാ? ആരെയും പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന പരിശുദ്ധാത്മാവ് എങ്ങനെയുള്ളവെന്ന് പത്രോസ് പറയുന്നുണ്ട്. പറയുക, പത്രോസ് പറയുന്ന പരിശുദ്ധാത്മാവ് മഹത്വത്തിന്റെ ആത്മാവെന്നാ പറയുന്നത്. ഹല്ലേലൂയ. 1 പത്രോസിന്റെ 4-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 14-ാമത്തെ വാക്യം പറയുമ്പോൾ ഈ 14-ാമത്തെ വാക്യങ്ങൾ കാണുന്നുണ്ട്. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. അപ്പൊ മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് ഹല്ലേലൂയ നമ്മുടെ മേൽ ആവസിക്കുന്നുണ്ട്. ഇപ്പൊ പരിശുദ്ധാത്മാവ് ആരാണ്? ഹല്ലേലൂയ. സ്തോത്രം. മഹത്വത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ആകിയാൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്നീ 3 പേരും പൂർണ്ണമായി തേജസ്സാ നിറഞ്ഞിരിക്കുന്ന ഏക ദൈവമാണ്. തൃത്വം ചിലരൊക്കെ അംഗീകരിക്കത്തില്ല.
തിത്തഞ്ചലൊക്കെ വിശ്വസിക്കത്തില്ല. എന്നാൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് തേജസ്സുമേ തേജസ് കൊണ്ട് നിറയപ്പെട്ട് നമ്മുടെ കർത്താവ് മഹത്വത്തിന്റെ ആത്മാവും ജീവനുമാകുന്ന ദൈവം കർത്താവ് ആത്മാവാകും നമ്മൾ ജീവിപ്പിച്ച് വായിച്ചല്ലോ. അതുകൊണ്ട് ആത്മാവാകുന്ന തേജസ്സാകുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. പത്രോസാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, സ്തോത്രം. ആ ദൈവമഹത്വം നിറഞ്ഞവനായിരിക്കുന്നത്, ദൈവമഹത്വം നിറഞ്ഞവനായിരിക്കുന്നത് പോലെ നാമം മഹത്വമുള്ളവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. കർത്താവ് സ്വർഗത്തിലാണ്. കർത്താവ് ഞാൻ തേജസ് പ്രാപിച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ ഭൂമിയിൽ എന്റെ മക്കളും തേജസ് പ്രാപിച്ച് മഹത്വം നിറഞ്ഞവരായി ഇരിക്കണം. ഞാൻ ഭൂമിയിലേക്ക് പോകാൻ സമയമായി, ഭൂമിയിലേക്ക് എത്താൻ സമയമായി, ഞാൻ മഹത്വ പ്രത്യക്ഷതയായി ഞാൻ മധ്യാകാശത്തിൽ ചെല്ലുമ്പോൾ എന്റെ മക്കളെല്ലാവരും തേജസ് പ്രാപിച്ചവരായി ഞാൻ അവരെ വിളിക്കുമ്പോൾ എല്ലാവരും എന്റെ അരികിൽ വരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പനമ്മമാരൊക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിക്കരുത്, എടാ മോളെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ മക്കള് ഓടി അങ്ങോട്ട് ചെല്ലുമില്ല. കുഞ്ഞുങ്ങളെ പേര് വേണ്ടി വിളിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പന്റെ അമ്മയുടെ എനിക്ക് ഓടിച്ചിരുന്ന പോലെ കർത്താവിന് ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ വരുമ്പോൾ നമ്മെ അവൻ വിളിക്കുമ്പോൾ നാം മഹത്വത്തിന്റെ ആത്മാവിനെ നിറയപ്പെട്ട് തേജസ് പ്രാപിച്ചവരായി നമ്മൾ കണ്ടിട്ടില്ലാത്ത തേജോമനായ ക്രിസ്തുവിനെ ഇതിലേക്ക് നമ്മൾ ഓടിയെത്തണം. അപ്പോൾ നമ്മുടെ രൂപാന്തരമാണ് സംഭവിക്കുന്നത്. അത് കർത്താവ് വന്ന് വിളിക്കാൻ സമയമായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നമുക്ക് കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കാം. അതേ സ്തോത്രം. ദൈവം നമ്മെ ആകിയാൽ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്റെ തേജസ് മുഴുവനും മനുഷ്യന് നൽകി. അവൻ സ്വർഗീയതയുമായി ബന്ധപ്പെടുന്ന അവനിൽ ആത്മാവിനെയും പ്രാണനെ സൃഷ്ടിച്ചു, തേജസ്സിന്റെ വസ്ത്രനെ ധരിപ്പിച്ചു. അതെ, നിങ്ങളെ വിശേഷമുള്ളവരാക്കി മാറ്റുന്നത് എന്ത്? ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹത്വം തന്നെ. ആ മഹത്വമാണ് നിങ്ങളെ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും വ്യത്യസ്തമാക്കുന്നത്. മനുഷ്യനെ മറ്റുള്ള എല്ലാത്തിനും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ദൈവം നമ്മൾ പകർത്തിയ മഹത്വമാണ്, ആ തേജസ്സാണ്. അല്ലെങ്കിൽ നമ്മൾ മൃഗത്തോടോ ഇവിടുത്തെ ഇഴജാതിയുള്ള മറ്റു പറജാതി പോലും ഒന്നും അല്ലല്ലോ ഇരിക്കുന്നത്. നമ്മളെ മറ്റുള്ള ഇതൊക്കെ വ്യത്യസ്തനാക്കി മാറ്റിയത് നമ്മുടെ ഉള്ളിലെ തേജസ്സാണ്. ആ തേജസ് കർത്താവിൻ്റെതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അതുകൊണ്ട് കൊലോസ്യലേഖനം 1:27 പറയുകയാണ്, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ആ രഹസ്യം. മാത്രമല്ല, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവെന്ന് 1 പത്രോസ് ലേഖനം 4:14 വീണ്ടും വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു, യഹോവയുടെ തേജസ് നിങ്ങൾക്ക് പ്രത്യക്ഷമാകുമെന്നൊക്കെ മോശയും പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് ഇപ്പോൾ സമയമില്ല. എന്നാൽ ഇത് പകർന്നവരോട് പറയട്ടെ, നീ തേജസ്സിനെ നിറയപ്പെടണം. ഹല്ലേലൂയ. തേജസ് പ്രാപിച്ച് സ്വർഗരാജ്യത്തിൽ നീ എത്തിച്ചേരുമോ? ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 3:18 വാക്യമാണ് വായിച്ചത്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിനക്ക് പ്രത്യാശയുണ്ടോ? കർത്താവിന്റെ വരവെങ്കിൽ തേജസ് പ്രാപിച്ച് ആ തേജോമനായി ദൈവം വസിക്കുന്ന തേജസ്സം പറയപ്പെട്ട സ്വർഗരാജ്യത്തിൽ അവന്റെ മകനായി മകളായി നിത്യത മുഴുവൻ നീ ഉണ്ടാകുമെന്ന് നീ ചിന്തിക്കുന്നു. ഇന്ന് പകൽ എന്നോട് പ്രാർത്ഥിക്കട്ടെ. ലോകത്തിന്റെ മോഹങ്ങൾ ഇമ്പങ്ങളൊക്കെ വിട്ട് ലോകത്തെ സുഖസൗകര്യങ്ങൾ ക്രിസ്തുവിന്റെ കഷ്ടം സഹിച്ച് ആ കഷ്ടം സഹിക്കാൻ വരം നമുക്ക് അതിനോടൊപ്പം ചേർന്ന് നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ലോകത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കരുത്, ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കണം. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിലെ വാചനം കേട്ടുകൂടെ കേരളത്തിൽ ലോക രാജ്യങ്ങളുള്ള 800 കോടി ജനം തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശൈശവത്തിൽ ബാല്യ കൗമാരി യൗവനത്തിൽ വാർത്തരാനും വൃത്തരും അസംഗരും യാചകരും ഓർഫനേജ് ഓർഫനേജിലും വരുമ്പോൾ തലമുറയിലായിരിക്കും ജനത്തിൽ രാജ്യരാഷ്ട്ര തലവന്മാർ, മത നേതാക്കന്മാർ, സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ അടക്കമുള്ള എല്ലാ ഭരണവിരുദ്ധ പാർട്ടികളെയും ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് സകല ജനങ്ങൾ കർത്താവിൽ നിന്ന് തേജസ് പ്രാപിക്കുന്ന അനുഭവത്തിനായി ലോകത്തിന്റെ ജടിയ പാപ സുഖങ്ങൾ വിട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ കാകളം ദുരിക്കാൻ സമയമായി, കർത്താവ് വന്ന് വിളിക്കാൻ സമയമായി, എല്ലാവരും തേജസ്വര സ്വർഗരാമത്തിൽ എത്തുവാൻ
തേജോമനായ ദൈവത്തോടൊപ്പം നിത്യത മുഴുവൻ പങ്കിടുവാൻ ജനത്തെ ഒരുക്കണമേ. പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും മദ്യത്തിനും മയക്കും ലഹരിക്ക് ഈ ലോകത്തെ ജനിക ജീവിതങ്ങളിൽ ശാപത്തിന്റെ ബന്ധനം കെട്ടി അകപ്പെട്ടുള്ള സാങ്കല കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ ദൈവരങ്ങളിൽ ജാതി മത വർഗമാണ് വ്യത്യാസമില്ലാതെ മുന്നിലോട്ട് കൊട്ടാൻ ഇതുവരെ പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ ലഭിക്കുന്ന കുറവുകളുണ്ടപ്പാ ക്ഷമിക്കണമേ. ആ തേജസ് ഭാഗ്യങ്ങൾ ഒരുക്കണമേ എല്ലാ കുടുംബങ്ങളെയും. ലോകമുള്ള ക്രൈസ്തവ വിശ്വാസി ഹിന്ദു വിശ്വാസികൾക്കായി ഇസ്ലാം വിശ്വാസികളായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ജൈനമതക്കാരും ബുദ്ധമതക്കാരുടെ എല്ലാ വിഭാഗത്തെ വിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും മഹത്വമുള്ള തേജസ്സിന് വേണ്ടി കാത്തിരിപ്പാട്ടയാകണമേ. സകല മുഖത്ത് ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.